വീട്ടിലെ പ്രസവത്തിൽ യുവതി മരിച്ച സംഭവത്തിൽ ഭർത്താവ് സിറാജുദ്ദീന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. മരിച്ചവരെ ജീവിപ്പിക്കുന്ന, ട്രെയിൻ നിർത്താൻ കഴിവുള്ള, ചീറിപ്പാഞ്ഞു വരുന്ന ഫ്ലൈറ്റിനെ കൈപിടിച്ച് നിർത്താൻ കഴിവുള്ള, കപ്പലിന്റെ എഞ്ചിൻ തകരാറ് മാറ്റാൻ കഴിവുള്ള CM മടവൂർ ഔലിയയെ വിളിച്ച് ഉസ്താദ് ജയിലിനകത്ത് കരച്ചിലാണ്. ഉസ്താദിന്റെ പേരിൽ ഫാത്തിഹ ഓതി ഉസ്താദേ ഉസ്താദേ നമ്മൾ പണ്ട് ഡിങ്ക ഡിങ്ക എന്ന് വിളിക്കുന്നത് പോലെയും ഓങ്ക്രീം കുട്ടിച്ചാത്ത എന്ന് മായാവിയെ വിളിക്കുന്നത് പോലെയും ഒക്കെ കാക്ക ഒന്ന് പയറ്റി നോക്കുമ്പോൾ പോലീസുകാർ അത്ഭുതത്തോടെ നോക്കി പരസ്പരം ചിരിക്കുന്നു. ഈ വക ഐറ്റങ്ങൾ ഈ കാലഘട്ടത്തിലും ഉണ്ടോ എന്ന് പോലീസുകാർ പരസ്പരം ചോദിക്കുന്നു. ഇദ്ദേഹത്തിന്റെ പേരിൽ നരഹത്യക്കാണ് കേസെടുത്തിരിക്കുന്നത്. തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങളും കക്ഷി ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ആളെ അറസ്റ്റ് ചെയ്തത്. ഇയാൾക്ക് കൂടുതൽ ആളുകളുടെ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നതാണ് ഇനി വിശദമായിട്ട് അന്വേഷിക്കേണ്ടത് എന്നാണ് മലപ്പുറം SP R വിശ്വനാഥ് പറയുന്നത്. പിന്നിൽ ഏതെങ്കിലും രഹസ്യ വാട്സാപ്പ് ഗ്രൂപ്പുകൾ പ്രവർത്തിച്ചിട്ടുണ്ടോ? ഇക്കാര്യവും വിശദമായി അന്വേഷിക്കുമെന്ന് കുറ്റസമ്മത മൊഴിയിൽ പ്രതി ഇത്തരം കാര്യം പറയുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. വീട്ടിൽ പ്രസവം നടത്തുന്നത് ആരോഗ്യത്തിന് പ്രശ്നമുണ്ടാക്കുന്നതല്ല എന്ന പ്രചാരണങ്ങൾ പ്രതി നടത്തിയിട്ടുണ്ടെങ്കിൽ അതിലും അന്വേഷണം ഉണ്ടാകുമെന്നും SP പറഞ്ഞു. മരിച്ച അസ്മയുടെ ആദ്യ 2 പ്രസവം മാത്രമാണ് ആശുപത്രിയിൽ നടന്നത്. ബാക്കി 3 പ്രസവങ്ങളും വീട്ടിലായിരുന്നു. ഇയാൾ ആലപ്പുഴ സ്വദേശിയാണെന്നും മലപ്പുറത്ത് വന്നു താമസിക്കുന്ന ആളാണെന്നും SP മാധ്യമങ്ങളോട് പറഞ്ഞു. വീട്ടിലെ പ്രസവത്തിന് സഹായിച്ചവർക്കെതിരെയും അന്വേഷണം ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 5ാമത്തെ പ്രസവത്തിൽ കുട്ടിക്കും അമ്മയ്ക്കും അപകടം ഏറെയാണ്. ആശുപത്രിയുടെ പിന്തുണയോടെ ചെയ്തിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള എല്ലാ സങ്കീർണതകളും ഒഴിവാക്കാമായിരുന്നു. BMS 105 വകുപ്പ് പ്രകാരം തെളിവ് നശിപ്പിക്കലിനും കൂടിയാണ് കേസെടുത്തിരിക്കുന്നത്. പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് വിശദമായ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന് പോലീസ്. ആരെങ്കിലും പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവരിലേക്കും അന്വേഷണം നീളും. ആദ്യത്തെ 2 പ്രസവങ്ങൾ ആശുപത്രിയിൽ നിന്നായിരുന്നു എന്നാണ് പ്രതിയുടെ മൊഴി പ്രകാരം മനസ്സിലാക്കുന്നത്. മറ്റു 3 എണ്ണം വീട്ടിൽ തന്നെയാണ്. അമിതമായ ആത്മീയ താല്പര്യങ്ങളുള്ള വ്യക്തിയാണ് പ്രതി. ഈ കാഴ്ചപ്പാടുകളോടുകൂടിയാണ് ഇതിനു മുമ്പ് 2 പ്രസവം വീട്ടിൽ നടത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് 3ാമത്തെ പ്രസവവും എന്നാണ് കക്ഷിമൊഴി നൽകിയിരിക്കുന്നത്. മരണപ്പെട്ട യുവതിയുടെ കുടുംബത്തിന്റെ മൊഴി എടുക്കേണ്ടതുണ്ട്. അവര് ഇതിന് പിന്തുണച്ചിരുന്നോ എന്നും അന്വേഷിക്കണം. ഇപ്പോൾ മനസ്സിലാകുന്നത് ഭർത്താവിന്റെ പ്രേരണയാണ് ഇതിന് പിന്നിൽ എന്നാണ് SP-യുടെ മൊഴി. സിറാജുദ്ദീൻ മലപ്പുറം സ്വദേശിയല്ല, ആലപ്പുഴ സ്വദേശിയാണ്. ഇതിനു മുമ്പുള്ള 2 പ്രസവങ്ങൾ നടന്നത് ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ വെച്ചാണ്. വളാഞ്ചേരിയിൽ കുറച്ചു കാലം ഇയാൾ താമസിച്ചിരുന്നു. മതപ്രഭാഷണവും YouTube ചാനലും ഒക്കെയാണ് ഇയാളുടെ വരുമാനം. അതുകൊണ്ട് സൗകര്യപ്രദമായ സ്ഥലമായതുകൊണ്ടാണ് മലപ്പുറത്തേക്ക് ഇയാൾ മാറിയത്. മൊഴി പ്രകാരം 5-ാം തീയതി 6 മണിയോടുകൂടിയാണ് പ്രസവം നടന്നത്. രാത്രിയാണ് മരണം സംഭവിക്കുന്നത്. പുലർച്ചെ മൃതദേഹം പെരുമ്പാവൂരിലേക്ക് കൊണ്ടുപോയി. വീട്ടിൽ പ്രസവം നടത്തുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ രഹസ്യ ഗ്രൂപ്പുകളോ സംഘടനകളോ ഉണ്ടോ എന്ന കാര്യം വ്യക്തമല്ല. കുറ്റസമ്മത മൊഴിയിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ ഉണ്ട് എന്ന് പ്രതി സമ്മതിക്കുന്നുണ്ട്. അത്തരത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് തീർത്തും തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾക്ക് ശേഷം മാത്രമേ കാര്യങ്ങൾ പറയാൻ സാധിക്കൂ എന്ന് SP മാധ്യമങ്ങളോട് പറഞ്ഞു. 4ാമത്തെ പ്രസവം ബെഡ്റൂമിലാണെന്നും ആശുപത്രിയിൽ പ്രസവിക്കുന്നവർക്ക് 3-ലധികം പ്രസവിക്കാൻ കഴിയില്ലെന്നും അവസാന സമയത്ത് കുട്ടി പുറത്തു വരുമ്പോഴുള്ള ചെറിയ ഒരു വേദന മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ എന്നും അക്യൂപങ്ചറിന്റെ പേര് പറഞ്ഞ് വീട്ടിലെ പ്രസവം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള ദമ്പതികൾക്കും കുരുക്കുമുറുക്കുകയാണ്. അസ്മയുടെ മരണം ചർച്ചയാകുമ്പോൾ ഇതുപോലെയുള്ള പ്രൊമോട്ടേഴ്സും ശരിക്കും കുരുങ്ങുകയാണ്. വീട്ടിലെ പ്രസവം പ്രോത്സാഹിപ്പിക്കുന്ന ടീമാണ് അതുകൊണ്ട് തന്നെ വീട്ടിലെ പ്രസവത്തെ പറ്റി സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചാരണം നടത്തിയാൽ കേസെടുക്കും എന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറയുക കൂടി ചെയ്തപ്പോൾ നമ്മുടെ എഫേർട്ടിന് റിസൾട്ടായി. അശാസ്ത്രീയ മാർഗങ്ങളിലൂടെയുള്ള പ്രസവം അമ്മയുടെയും കുഞ്ഞിനെയും ഭീഷണിപ്പെടുത്തുന്നതിന് തുല്യമാണ്. അവരെ കൊലയ്ക്ക് കൊടുക്കുന്ന രീതിയാണ്. തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ പൊതുജനാരോഗ്യ നിയമപ്രകാരവും ഭാരതീയ ന്യായ സംഹിത പ്രകാരവും നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി അറിയിച്ചത് ആശ്വാസകരമാണ്. ജനപ്രതിനിധികളുടെയും സാമുദായിക സാംസ്കാരിക സംഘടനകളുടെയും സഹകരണത്തോടെ
വീട്ടിലെ പ്രസവത്തിന്റെ ദോഷവശങ്ങളെ സംബന്ധിച്ച് ബോധവൽക്കരണവും ശക്തമാക്കുമെന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാനത്ത് പ്രതിവർഷം 400ഓളം പ്രസവങ്ങൾ വീട്ടിൽ വെച്ച് നടക്കുന്നതായിട്ടാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ വർഷം ആകെ 2 ലക്ഷത്തോളം പ്രസവങ്ങളാണ് നടന്നത്. അതില് 382 പ്രസവങ്ങൾ വീട്ടിലാണ് നടന്നത്. റിപ്പോർട്ട് ചെയ്യപ്പെടാത്തത് എത്രയുണ്ടാകും? അപ്പോൾ അതിഥി തൊഴിലാളികളുടെ ഇടയിലും ആദിവാസി മേഖലകളിലും പ്രസവം വീട്ടിൽ നടക്കുന്നുണ്ട്. ഇതിന്റെ കാര്യകാരണങ്ങളെക്കുറിച്ച് വിശദമായി പഠിച്ച് തുടർ നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ചികിത്സ നിഷേധിക്കുന്നത് കുറ്റകരമാണ്, അതുകൊണ്ട് തക്കതായ രൂപത്തിൽ നടപടിയെടുക്കുമെന്നാണ് മന്ത്രി പറഞ്ഞത്. മലപ്പുറത്ത് 35-കാരിയായ അസ്മയുടെ മരണത്തോടുകൂടിയാണ് ആരോഗ്യവകുപ്പ് വീട്ടുപ്രസവത്തിനെതിരെ നടപടി തുടങ്ങിയത്. അടുത്തിടെ നെയ്യാറ്റിൻകരയിലും സമാനമായ സാഹചര്യത്തിൽ യുവതി മരിച്ചിരുന്നു. മലപ്പുറം കോഴിക്കോട് മേഖലയിൽ ഇത് വ്യാപകമാണ് എന്ന കാര്യം മുമ്പ് തന്നെ വകുപ്പിനും മന്ത്രിക്കും അറിയാമായിരുന്നു. ജനം ടിവിയും നിരവധി തവണ വിഷയം മന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്തിടെ വീട്ടിൽ പ്രസവിച്ചവർക്ക് അവാർഡ് നൽകി ആദരിച്ച സംഭവം ദൃശ്യങ്ങൾ സഹിതം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. ന്യൂനപക്ഷ പ്രീണനം മുഖമുദ്രയാക്കിയ സർക്കാർ ചെറുവിരൽ പോലും അനക്കാൻ തയ്യാറാകുന്നില്ല. ഇത്രയും കാലത്തിൽ നിന്ന് വിഭിന്നമായി ഇപ്പോൾ എങ്ങനെയെങ്കിലും ഒരു നിയമം കൊണ്ടുവരാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് പൊതുപ്രവർത്തകർ. ഇപ്പോ പൊതുജനം ഇതിനെതിരെ പരസ്യമായി രംഗത്ത് വരാൻ തുടങ്ങിയതോടുകൂടി മന്ത്രിയും ഒന്നനങ്ങി. ഞെട്ടണ്ട, അനങ്ങിയാ മതി എന്ന് തന്നെ നമ്മളും പറയുന്നു. എത്ര വിദ്യാഭ്യാസം നേടിയാലും ശരി, തലച്ചോറിനെ മതിച്ചുകൊണ്ടിരിക്കുന്നത് മതമാണെങ്കിൽ ഇതുപോലെയൊക്കെയുള്ള വെടക്കുകൾ ഇനിയും ഉണ്ടാകും. വൈകിട്ട് 6 മണിക്കാണ് ചട്ടിപ്പറമ്പിലെ വീട്ടിൽ അസ്മ പ്രസവിക്കുന്നത്. രക്തപ്രവാഹം നിലയ്ക്കാതെ 3 മണിക്കൂറോളം മരണവേദന അനുഭവിച്ച ശേഷം 9 മണിയോടുകൂടി അസ്മ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. അടുത്ത ദിവസം 7 മണിയോടുകൂടിയാണ് മൃതദേഹവും നവജാത ശിശുവും പെരുമ്പാവൂരിലെ വീട്ടിലെത്തുന്നത്. ഈ 3 മണിക്കൂർ ആ കുഞ്ഞിനെന്ത് ശുശ്രൂഷയാണ് നൽകിയത് എന്നതും ഒരു ചോദ്യമാണ്. ചോരയിൽ കുളിച്ചെത്തിയ കുഞ്ഞിനെ നേരെ ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിലേക്ക് മാറ്റുകയും ചെയ്തു. 10 മണിക്കൂറിലേറെ സമയം ആ ചോരക്കുഞ്ഞ് ഒരിറ്റു മുലപ്പാല് പോലും നുണയാൻ സാധിക്കാതെ, പരിചരണങ്ങളില്ലാതെ ദേഹത്തെ ചോര പോലും തുടയ്ക്കാതെ 4 മണിക്കൂറോളം യാത്രയും ചെയ്ത് നേരെ അത്യാഹിത വിഭാഗത്തെ കിടക്കയിലേക്ക് പോയി. ആ കുഞ്ഞിനോട് കാണിച്ച ക്രൂരത ആരെങ്കിലും ചർച്ച ചെയ്തോ എന്നതൊരു ചോദ്യമാണ്. അസ്മയുടെ ജീവനു വേണ്ടി, അസ്മയുടെ മരണത്തെ സംബന്ധിച്ച് സംസാരിക്കുന്ന നമ്മൾ ആ കുഞ്ഞിന് നിഷേധിക്കപ്പെട്ട നീതിയെക്കുറിച്ച് സംസാരിച്ചു. മുലപ്പാൽ ഒരു കുഞ്ഞിന്റെ ജന്മ അവകാശമായിരിക്കെ ആരാണ് ഈ കുഞ്ഞിനു വേണ്ടി സംസാരിക്കേണ്ടത്? നമ്മളല്ലാതെ. ഇത്തരം സാഹചര്യങ്ങളിൽ കുഞ്ഞിന് ഗ്ലൂക്കോസ് കുറഞ്ഞ് ഹൈപ്പോഗ്ലൈസീമിയ എന്ന അവസ്ഥയുണ്ടാകുമെന്നാണ് കോട്ടക്കൽ ആംസ്റ്റർ മിംസിലെ സീനിയർ ഗൈനക്കോളജിസ്റ്റായ KT റഹ്മത്തുന്നിസ പറയുന്നത്. ഇത് അപസ്മാരം പോലെയുള്ള അവസ്ഥയിലേക്ക് നയിക്കാം. ഭാവിയിൽ ആരോഗ്യമുള്ള വ്യക്തിയായി വളരേണ്ട കുഞ്ഞിന് രാജ്യം നൽകുന്ന ഒരു സംരക്ഷണവും പരിചരണവും ലഭിച്ചിരുന്നില്ല എന്നതാണ് വീട്ടുപ്രസവത്തിന്റെ വലിയ ഒരു പ്രശ്നം. വടക്കേ ആഫ്രിക്കയിലും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലും കണ്ടുവരുന്ന ഒരു മരുഭൂമി സസ്യത്തെ ചിലയിടങ്ങളിൽ സഫാദു മറിയം എന്നും കാഫു മറിയം എന്നും വിളിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ അത് മറിയം പൂവ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതിന്റെ ശരിക്കുള്ള പേര് ജെറിക്കോ റോസ് എന്നാണ്. ശാസ്ത്രീയ നാമം അനസ്മാറ്റിക്ക ഹിറോഷെൻഡിക്ക. പടർന്ന ഇലകളുള്ള ഈ ചെടി ഉണങ്ങിയാൽ പന്ത് പോലെ ഉരുളും. ഈ ചുരുള് വെള്ളത്തിലിട്ടാൽ വീണ്ടും വിടരുകയും ചെയ്യും. ഈ പൂവിനെ പറ്റി ഒരുപാട് കെട്ടുകഥകളുണ്ട്. പല അസുഖങ്ങൾക്കും മരുന്നാണെന്നും സുഖപ്രസവത്തിന് സഹായിക്കുമെന്നും പ്രചരിപ്പിച്ചിട്ടാണ് കച്ചവടം പൊടിപൊടിക്കുന്നത്. ഒന്നിനും ശാസ്ത്രീയമായ യാതൊരു അടിത്തറയുമില്ല. ഇന്നുവരെ അതൊന്നും തെളിയിക്കപ്പെട്ടിട്ടുമില്ല. ചിലർ ഇതിന്റെ ഇതളുകൾ വെള്ളത്തിലിട്ട് കുടിക്കാൻ കൊടുക്കും. ചിലർ ഗർഭിണിയുടെ കട്ടിലിന് താഴെ ഒരു പാത്രത്തിൽ വെള്ളത്തിലിട്ട് വയ്ക്കും. വിടർന്നാൽ സുഖപ്രസവമാണ് എന്നാണ് വിശ്വാസം. ഇത് സ്വാഭാവികമായും വിടരുകയും ചെയ്യും. സുഖപ്രസവമാണെങ്കിൽ പിന്നെ ആശുപത്രിയിൽ പോകേണ്ടതില്ലെന്നും വീട്ടിൽ തന്നെ പ്രസവിച്ചാൽ മതിയെന്നും വീട്ടുകാർ തീരുമാനിക്കുമ്പോഴാണ് ഈ പൂവ് അപകടകാരിയായി മാറുന്നത്. തൊട്ടാവാടിയെ പോലെ. ഇത്തരം സംഭവങ്ങളും ജില്ലയിൽ നേരത്തെ പല സംഭവങ്ങളിലായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ പേരിൽ പ്രചരിപ്പിക്കപ്പെടുന്ന കഥകളെല്ലാം അന്ധവിശ്വാസങ്ങളാണ് എന്ന് പല മതപുരോഹിതന്മാരും തെളിവടക്കം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നിട്ടും മറിയം പൂവ് ഒരു അത്ഭുത പൂവായി ഇപ്പോഴും പല വീടുകളിലും വിടർന്നു നിൽക്കുന്നു.
മറിയം പൂവിട്ട് വെച്ച വെള്ളം കൊടുക്കുന്നത് പല തവണ കണ്ടിട്ടുണ്ട് എന്ന് ഡോക്ടർ അഹമ്മദ് നിസ തന്നെ വെളിപ്പെടുത്തുന്നു. തന്റെ രോഗികളോട് അത് കർശനമായി താൻ വിലക്കിയിട്ടുണ്ടെന്നും ഡോക്ടർ. ഗർഭാശയത്തെ ചുരുക്കുന്ന എന്തോ ഘടകം അതിലുണ്ട്, അത് ഉപയോഗിക്കുമ്പോൾ കൂടുതലായി മഷിയെടുക്കുന്നതും കണ്ടിട്ടുണ്ട് എന്നും ഡോക്ടർ പറയുന്നു. നന്ദി.